അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ ഒരു കാരണമാണ് സഹോദരങ്ങളെ സ്വലാത്ത്. اللهم صل وسلم على نبينا محمد. നമ്മുടെ പ്രതീക്ഷകൾ പൂർത്തിയാകാൻ ഒരു കാരണമാണ് സഹോദരങ്ങളെ സ്വലാത്ത്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല ഒരിക്കൽ റസൂലുള്ളാഹിയുടെ മുമ്പിൽ വെച്ച് ദുആ ചെയ്യുകയാണ്. ഫബദഅ ബിസ്സനാഇ അലൈഹി വസന്ന ബിസ്സലാത്തി അലാ നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം ദുആ തുടങ്ങിയത് ആദ്യം അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടാണ്. അങ്ങനെയാണല്ലോ ദുആ തുടങ്ങേണ്ടത്, ഹംദ് പറഞ്ഞുകൊണ്ട്, സനാ പറഞ്ഞുകൊണ്ട്. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ദുആയിലുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടിയുള്ള സ്വലാത്താണ്. അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി ദുആ ചെയ്തു. ഖാല ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് തിരുമേനി കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, സൽ തുഅത, സൽ തുഅത. ഇനി നീ ചോദിച്ചതൊക്കെ നിനക്ക് കിട്ടും. ഇനി നീ ചോദിച്ചതൊക്കെ നിനക്ക് കിട്ടും. എന്തൊരു സംഭവമാണ് ഇത് എന്നാലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. വീണ്ടും നാം അറിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നാം ഇപ്രകാരം ദുആ ചെയ്താൽ, പ്രാർത്ഥിച്ചാൽ, സ്വലാത്ത് ചെയ്താൽ നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് മാപ്പാക്കി തരും. നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും അള്ളാഹു നമുക്ക് ഇല്ലാതാക്കി തരും. അതുകൊണ്ട് നമുക്ക് പറ്റാവുന്നത്ര സമയം ഹബീബായ നമ്മുടെ നേതാവിന് വേണ്ടി നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. വിശേഷിച്ചും ഈ ദിവസം വെള്ളിയാഴ്ച. കാരണം നമ്മുടെ നേതാവ് നമ്മളെ പഠിപ്പിച്ചു, ഇന്ന മിൻ അഫ്ദലി അയ്യാമിക്കും യൗമൽ ജുമുഅ ഫഅക്സിറു അലയ്യ മിനസ് സ്വലാത്തി ഫീഹി ഫഇന്ന സ്വലാതകും മഅറൂദത്തുൻ അലൈഹി. നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ദിവസം യൗമുൽ ജുമുഅയാണ്, വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് ആ ദിവസം നിങ്ങൾ എനിക്ക് വേണ്ടി ധാരാളം സ്വലാത്ത് ചെയ്യണം. കാരണം നിങ്ങളുടെ സ്വലാത്തുകളൊക്കെ എനിക്ക് എത്തിക്കൊണ്ടേയിരിക്കും.